ചൈനയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അബദ്ധത്തിൽ സ്വന്തം കിടപ്പുമുറിയിൽ കുടുങ്ങിയ 89കാരി 27ാം നിലയിൽ നിന്നും കെട്ടിടത്തിന്റെ പുറത്തുകൂടി താഴേക്കിറങ്ങി. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യാതൊരു സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ കെട്ടിടത്തിന് പുറത്തെ എയർ കണ്ടീഷണർ ഗ്രില്ലുകളിൽ പിടിച്ചാണ് ഇവർ താഴേക്കിറങ്ങിയത്. 27ാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ വയോധിക. കിടപ്പുമുറിയിൽ അബദ്ധത്തിൽ പൂട്ടിപ്പോയപ്പോൾ മൊബൈൽ ഫോൺ സ്വീകരണമുറിയിലായതിനാൽ മറ്റാരെയും സഹായത്തിനായി വിളിക്കാൻ സാധിച്ചില്ല. ഇതോടെ പരിഭ്രാന്തിയിലായ ഇവർ സ്വന്തമായി പുറത്തു കടക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 27ാം നിലയിൽ നിന്നും യാത്ര തുടങ്ങിയ വയോധിക ഭൂമിയിൽ നിന്നും ഏകദേശം 50 മീറ്റർ ഉയരത്തിൽ 21ാം നില വരെ എത്തിയിരുന്നു. കെട്ടിടത്തിന് പുറത്തുകൂടിയുള്ള ഇവരുടെ അപകടകരമായ സാഹസം ഒരു ശുചീകരണ തൊഴിലാളിയുടെയും സുരക്ഷാ ജീവനക്കാരന്റെയും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുറത്തറിയുന്നത്. താഴെ ഇറങ്ങരുതെന്ന് ഇവർ വിളിച്ചു പറഞ്ഞെങ്കിലും ഭയം കാരണം വയോധിക യാത്ര തുടരുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി വളരെ ശ്രദ്ധയോടെ വയോധികയെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറ്റുകയായിരുന്നു. ശാരീരികമായി പരിക്കുകളൊന്നും ഏറ്റിട്ടില്ലെങ്കിലും ഇവർ വലിയ ക്ഷീണത്തിലായിരുന്നു. കെട്ടിടത്തിന് പുറത്തുകൂടി 1ാം നില വരെ ഇറങ്ങാനായിരുന്നു തന്റെ പദ്ധതി എന്നാണ് വയോധിക പിന്നീട് രക്ഷാപ്രവർത്തകരോട് പറഞ്ഞത്. ഒരു ചെറിയ പിഴവ് സംഭവിച്ചിരുന്നെങ്കിൽ പോലും വലിയൊരു ദുരന്തത്തിൽ കലാശിക്കാമായിരുന്ന ഈ സംഭവം അധികൃതരെയും നാട്ടുകാരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾക്കാണ് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ പരിഭ്രാന്തരാകാതെ സുരക്ഷിതമായ മാർഗങ്ങൾ തേടണമെന്നും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപാധികൾ എപ്പോഴും കൈവശം വയ്ക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സമയോചിതമായി ഇടപെട്ട വലിയൊരു ദുരന്തം ഒഴിവാക്കിയ ശുചീകരണ തൊഴിലാളിയെയും സുരക്ഷാ ജീവനക്കാരനെയും അധികൃതർ പ്രത്യേകം അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.